ദിവസങ്ങൾ നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലോക്സഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചേക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, ചൈനയുമായുള്ള സംഘർഷം ഉൾപ്പെടെ വിവാദ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചേക്കും. അതേസമയം തന്നെ നീക്കുന്നതിന് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്നും സഭയിലെത്തില്ല. ജനങ്ങൾക്കറിയാൻ അവകാശമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, പക്ഷെ അതൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തീർച്ചയായും എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ തീർച്ചയായും PM കെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കറിയാനുള്ള അവകാശം ഉള്ള നിയമമുള്ള ഒരു രാജ്യത്ത് അത് അറിയണ്ട എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് തീർച്ചയായും ദുരൂഹതകൾ ഒരുപാടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ. ബൽറാം, PM കെയർ ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് വരെ ഓക്കെ. PM കെയർ ഫണ്ടൊക്കെ ജനത്തിന്റെ പൈസ പിരിച്ചുണ്ടാക്കുന്ന ഫണ്ടാണ്. ആ ഫണ്ട് ജനം അറിയണ്ട എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഒരു ജനാധിപത്യ രാജ്യത്തിൽ. അത് കേന്ദ്രം എങ്ങനെയാണ് വിശദീകരിക്കാൻ പോകുന്നത് സഭയിൽ? ബൽറാം. ഹഷ്മി, ക്രിസ്റ്റീന, ഈ PM കെയറുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്താണ് ഇത്തരത്തിൽ ഒരു ഫണ്ട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നതും അതിന് വിവിധ ഇടങ്ങളിൽ വ്യക്തികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്ന് അടക്കമുള്ള സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ വിമർശനം ഉയരുകയും നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. സുപ്രീം കോടതിയിൽ വരെ ഈ വിഷയം എത്തിയ ഘട്ടത്തിൽ ഇത് ഒരു പൊതു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണെങ്കിൽ കൂടി സർക്കാരുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള അതിലെ ലഭിച്ച സംഭാവനകൾ അടക്കമുള്ള ഇതിൻ്റെ കണക്കുകളോ ചെലവഴിച്ചതോ ആയ കാര്യങ്ങളോ പാർലമെന്റിന് മുന്നിൽ വെക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് PM കെയർ അടക്കമുള്ള 3 ഫണ്ടുകൾ, PM കെയറിനെ കൂടാതെ ദേശീയ പ്രതിരോധ ഫണ്ട് അടക്കമുള്ള 3 ഫണ്ടുകളുടെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അത് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇരു സഭകളുടെയും അധ്യക്ഷന്മാരെ അറിയിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിലും ഈ സർക്കാർ ഇതരമായി സ്വകാര്യ വ്യക്തികളുടെയോ കമ്പനികളുടെയോ വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന പാർലമെന്ററി ചട്ടം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഒരാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ സംസാരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 7 ദിവസത്തിലധികമായി രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ ബഹളത്തിലാണ് ലോക്സഭ സ്തംഭിച്ചത്. ആദ്യഘട്ടത്തിൽ മുൻ കരസേനാ മേധാവി MM നർവാനിയുടെ പുസ്തകത്തെക്കുറിച്ചായിരുന്നെങ്കിൽ പിന്നീട് ഈ ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്തായാലും ഈ 2 വിഷയങ്ങളും ഇന്ന് ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.